എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല, ഇത് എവിക്റ്റായി. ഒരുപാട് നാളായില്ലേ ആൾക്കാരെ കണ്ടിട്ട്? അതെ അതെ. ഹലോ എവരിവൺ. സങ്കടമുണ്ട്? കോഴ്സ് ഉണ്ട്. ഒരു പ്രാവശ്യം അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും അകത്ത് കയറി. പക്ഷെ ഒരു ഗെയിം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് വീട്? അടിപൊളിയായിരുന്നു. നല്ല ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മെമ്മറീസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്സ് ആയിരുന്നു. ഫൺ ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം ഞാൻ നോറയടുത്ത് ഇപ്പൊ ഇന്ന് ചോദിച്ചു ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച്. വളരെ മനോഹരമായിട്ടാണ് സംസാരിച്ചത്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിച്ചു, ഒരു മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവരോടൊന്നും അത്ര പോലും പറയാതെ, വീട്ടിലേക്കൊന്ന് കാണാതെ, എന്തുകൊണ്ടാണ്? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്തു. എന്തുകൊണ്ടാണ്? അങ്ങനത്തെ ഒരാളാണോ അതോ? അറ്റാച്ച്മെന്റ് ഉണ്ട്. നോറയ്ക്ക് ഇവിടെ വന്നതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ ഒരാളായിട്ട് ഇപ്പൊ ഫൈറ്റ് ഉണ്ടായാലും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഡെയിലി നമ്മൾ അവരെ കാണുന്ന സമയത്ത് നമ്മളത് കുറെ ക്ഷമിക്കാനും പഠിക്കും. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മാറി നിൽക്കും. പക്ഷെ ആ സാഹചര്യത്തിനെ ഫേസ് ചെയ്ത് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ബിഗ് ബോസ്. ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരിടത്തും മാറി നിൽക്കാൻ പറ്റില്ല. ഇല്ല, മാറി നിൽക്കാൻ പറ്റില്ല. അവരുടെ ഡെയിലി അത് ഫേസ് ചെയ്യണം. അപ്പൊ ഡെയിലി ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതേ വിദ്വേഷത്തിലാണോ അവരെ ഫേസ് ചെയ്യുന്നത്, അതല്ല നമ്മൾ സന്തോഷത്തോടു കൂടിയാണോ, അതിലൂടെയാണ് ഒരു വ്യക്തി എന്താന്നുള്ളത് നമുക്ക് പുറമെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേ വിദ്വേഷത്തോട് നിൽക്കുകയാണെങ്കിൽ അറ്റ് സം പോയിന്റ് അവർ മാറാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ലൈഫിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല അനുഭവങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് ബിഗ് ബോസ് ഹൗസും എൻ്റെ സ്വപ്നമായിരുന്നു. ഈ കഴിഞ്ഞ 90 ദിവസത്തെ നോറയുടെ ഒരു ബിഗ് ബോസ് വീട്ടിലെ ജീവിതം ഒന്ന് കാണണം. കാണാം. ഭയങ്കരമായിട്ട് ആരെങ്കിലും മിസ് ചെയ്യോ? എവിടെയോ ലാലേട്ടനെ മിസ് ചെയ്യും. ഞാൻ പുറത്തിറങ്ങിയിട്ട് ലാലേട്ടൻ എത്ര ഫിലിംസ് ചെയ്തിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്യും, എന്നിട്ട് ഇരുന്ന് കാണും. അത് ശരി. അല്ലാതെ വീട്ടിൽ നിന്ന് ആരെയും മിസ് ചെയ്യില്ല? വീട്ടിലേക്കല്ലേ പോണേ ഞാൻ? അല്ല, ഈ വീട്ടിൽ. ഈ വീട്ടിൽ ബിഗ് ബോസിനെ മിസ് ചെയ്യും. വേറെ ആരെയും മിസ് ചെയ്യില്ല? വേറെ ആരും മിസ് ചെയ്യ ചോദിച്ചാല് ഞാൻ വീടിനെ കൂടുതൽ സ്നേഹിച്ചത്. വീടിനെ. വീട്ടിലേക്ക് ഇനി പോണെന്നുണ്ടോ? കണ്ടിട്ട് വിഷയം അങ്ങനെ എനിക്ക് വേണ്ടി ചെയ്യണം. അല്ലല്ല, ഞാൻ എനിക്ക് വേണ്ടിട്ടാ പറഞ്ഞത്. ആണോ? ആ വിഷയം എന്താ, എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളല്ലേ, അവരെനിക്ക് ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അവരെ ഇഷ്ടമാണ്. ഈ സമയത്ത് അവരെ ആരും കാണാതെ ഇറങ്ങി വന്നത് ഞാൻ കരയില്ല എന്ന മനസ്സിൽ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ്. അപ്പൊ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോവാം. നമുക്കൊന്ന് നോറയ്ക്ക് ആ വീട്ടുകാരെ കാണാം. നോറയ്ക്ക് നിങ്ങളോടൊരു ഗുഡ് ബൈ പറയണം. എല്ലാരും നന്നായിട്ട് കളിക്കാം. ബൈ ബൈ. ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്. God bless. ഓക്കെ. എന്തായാലും നമുക്ക് നാളെ കാണാം. ഓക്കെ, നാളെ പറയാം. ഗുഡ് നൈറ്റ്. Take care. ഓക്കെ നോറ, നോറയ്ക്ക് പോവാം. ബൈ.